ലോഗോസ് ക്യൂസ് 2024 ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 7 ഭാഗം 2. ചോദ്യം 1. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ വിവരിക്കുകയായിരുന്ന സ്വപ്നത്തിൽ എന്താണ് കൂടാരത്തിന്മേൽ തട്ടിയത്? ഉത്തരം: ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്ന്. ചോദ്യം 2. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ വിവരിക്കുകയായിരുന്ന സ്വപ്നത്തിൽ ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്നത് എവിടേക്ക്? ഉത്തരം: മിദിയാൻകാരുടെ താവളത്തിലേക്ക്. ചോദ്യം 3. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ വിവരിക്കുകയായിരുന്ന സ്വപ്നത്തിൽ ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തിന്മേൽ തട്ടിയപ്പോൾ സംഭവിച്ചത് എന്ത്? ഉത്തരം: കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിച്ചായി. ചോദ്യം 4. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ വിവരിക്കുകയായിരുന്ന സ്വപ്നം കേട്ട് സ്നേഹിതൻ അത് ആരുടെ വാൾ ആണെന്നാണ് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേല്യനായ യോവാശിന്റെ പുത്രൻ ഗിദെയോന്റെ. ചോദ്യം 5. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ വിവരിക്കുകയായിരുന്ന സ്വപ്നം കേട്ട് സ്നേഹിതൻ ഗിദെയോന്റെ കൈകളിൽ ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: മിദിയാൻകാരെയും സൈന്യത്തെയും. ചോദ്യം 6. എന്ത് കേട്ടപ്പോഴാണ് ഗിദെയോൻ ദൈവത്തെ വണങ്ങിയത്? ഉത്തരം: സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും. ചോദ്യം 7. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ട് ദൈവത്തെ വണങ്ങിയ ഗിദെയോൻ എവിടേക്കാണ് തിരിച്ചു ചെന്നത്? ഉത്തരം: ഇസ്രായേലിന്റെ താവളത്തിലേക്ക്. ചോദ്യം 8. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ട് ദൈവത്തെ വണങ്ങിയ ഗിദെയോൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം: എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ചോദ്യം 9. ഗിദെയോൻ ആ 300 പേരെ എത്ര ഗണമായാണ് തിരിച്ചത്? ഉത്തരം: 3. ചോദ്യം 10. ഗിദെയോൻ അവരുടെ കൈകളിൽ കൊടുത്തത് എന്തെല്ലാം? ഉത്തരം: കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും. ചോദ്യം 11. അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് ഗിദെയോൻ പറഞ്ഞത് എന്ത്? ഉത്തരം: എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ. ചോദ്യം 12. എവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം എന്നാണ് ഗിദെയോൻ അവരോട് പറഞ്ഞത്? ഉത്തരം: പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ. ചോദ്യം 13. ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ എവിടെയെല്ലാം കാഹളം മുഴക്കണം എന്നാണ് ഗിദെയോൻ അവരോട് പറഞ്ഞത്? ഉത്തരം: പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. ചോദ്യം 14. ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി ആർക്കെല്ലാം വേണ്ടി ഉദ്ഘോഷിക്കണം എന്നാണ് ഗിദെയോൻ അവരോട് പറഞ്ഞത്? ഉത്തരം: കർത്താവിനും ഗിദെയോനും വേണ്ടി. ചോദ്യം 15. എപ്പോഴാണ് ഭടന്മാർ കാവൽ മാറിയിരുന്നത്? ഉത്തരം: മധ്യാഹ്നം ആരംഭത്തിൽ. ചോദ്യം 16. മധ്യാഹ്നം ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ആരെല്ലാമാണ് അതിർത്തിയിൽ എത്തിയിരുന്നത്? ഉത്തരം: ഗിദെയോനും കൂടെയുള്ള 100 പേരും. ചോദ്യം 17. മധ്യാഹ്നം ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി ചെയ്തത് എന്ത്? ഉത്തരം: അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. ചോദ്യം 18. എത്ര ഗണങ്ങളാണ് കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചത്? ഉത്തരം: 3. ചോദ്യം 19. 3 ഗണങ്ങളും ഇടത് കൈയിൽ പിടിച്ചത് എന്ത്? ഉത്തരം: പന്തം. ചോദ്യം 20. 3 ഗണങ്ങളും വലത് കൈയിൽ പിടിച്ചത് എന്ത്? ഉത്തരം: കാഹളം. ചോദ്യം 21. 3 ഗണങ്ങളും ആർത്ത് വിളിച്ചത് എന്ത്? ഉത്തരം: കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ. ചോദ്യം 22. ആരാണ് ഓടിപ്പോയത്? ഉത്തരം: ശത്രുസേന. ചോദ്യം 23. ശത്രുസേന എപ്രകാരമാണ് ഓടി രക്ഷപ്പെട്ടത്? ഉത്തരം: നിലവിളിച്ചുകൊണ്ട്. ചോദ്യം 24. ആരെയെല്ലാം വാൾ കൊണ്ട് വെട്ടാനാണ് കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത്? ഉത്തരം: തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും. ചോദ്യം 25. എപ്പോഴാണ് തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവരാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത്? ഉത്തരം: 300 കാഹളങ്ങൾ മുഴക്കിയപ്പോൾ. ചോദ്യം 26. പട്ടാളം എന്ത് ലക്ഷ്യമാക്കിയാണ് ഓടിയത്? ഉത്തരം: സെരേറ. ചോദ്യം 27. പട്ടാളം സെരേറ ലക്ഷ്യമാക്കി എവിടെ വരെയാണ് ഓടിയത്? ഉത്തരം: ബത്ഷിത്ത വരെ.
ചോദ്യം 28. പട്ടാളം തബാത്തിൽ കൂടി എവിടെ വരെയാണ് ഓടിയത്? ഉത്തരം അബൽ മെഹോലയുടെ അതിരുവരെ. ചോദ്യം 29. ഏതെല്ലാം ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാരാണ് മിദിയാൻകാരെ പിന്തുടർന്നത്? ഉത്തരം നഫ്താലി, ആശേർ, മനാസെ. ചോദ്യം 30. ഗിദെയോൻ എവിടേക്കാണ് ദൂതന്മാരെ അയച്ചത്? ഉത്തരം എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും. ചോദ്യം 31. ആർക്കെതിരെ ഇറങ്ങി വരുവിൻ എന്നാണ് ഗിദെയോന്റെ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞത്? ഉത്തരം മിദിയാൻകാർക്കെതിരെ. ചോദ്യം 32. എന്ത് പിടിച്ചടക്കുവിൻ എന്നാണ് ഗിദെയോൻ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ച് പറഞ്ഞത്? ഉത്തരം ബത്ബാറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ. ചോദ്യം 33. ബത്ബറായും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കിയത് ആര്? ഉത്തരം എഫ്രായിംകാർ ഒരുമിച്ച് കൂടി. ചോദ്യം 34. മിദിയാനെ പിന്തുടരവെ ഏതെല്ലാം മിദിയാൻ പ്രഭുക്കളെയാണ് അവർ പിടികൂടിയത്? ഉത്തരം ഓറേബ്, സേബ്. ചോദ്യം 35. ഓറേബിനെ എവിടെ വെച്ചാണ് കൊന്നുകളഞ്ഞത്? ഉത്തരം ഓറേബ് ശിലയിൽ വെച്ച്. ചോദ്യം 36. സേബിനെ എവിടെ വെച്ചാണ് കൊന്നുകളഞ്ഞത്? ഉത്തരം സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ച്. ചോദ്യം 37. ഔറബിന്റെയും സേബിന്റെയും തലകൾ അവർ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? ഉത്തരം ജോർദാന്റെ അക്കരെ ഗിദെയോന്റെ അടുത്ത്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: 3 ഗണങ്ങളും എന്തിനു ചുറ്റുമാണ് താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.